വലിയൊരു കാര്യായി. അതെ ചേച്ചിയെ, സുരേഷ് എന്തിയെ? നീ പുതിയ ആളാണോ? അവിടെ ഇന്ന് ലീവാണ്. അപ്പൊ എന്നോട് ഇവിടെ വന്നിട്ട് പണിയെടുക്കാൻ പറഞ്ഞു. ശരി. അപ്പൊ ഞാൻ എന്താ ചെയ്യണം? അപ്പുറത്ത് അവിടെയാണ് തെങ്ങ്. അവിടെ തെങ്ങ് അതിന്റെ തടമൊക്കെ ഒന്ന് തുറന്ന് വൃത്തിയാക്ക്. ആ തെങ്ങുമ്പോഴാണ് പണിയെടുക്കണ്ടേ? ഒരാളും കിട്ടിയിട്ടുണ്ട്. അവരെന്തായാലും എടുക്കട്ടെ അല്ലേ? അവിടെ തെങ്ങിന് തുറക്കാം. തെങ്ങിന്റെ ചോട് തുറക്കാനേ അറിയില്ലാന്നുണ്ടോ? തെങ്ങിന്റെ ചോട് തുറക്കാം. ആ എവിടെ? അത് അവിടെ ഒരാളുണ്ട്. അത് അവന്റെ ഒപ്പം നിന്നാ മതി. ആണല്ലേ? തുരുമ്പൊക്കെ ഉണ്ടല്ലോ. അതൊന്നും കുഴപ്പമില്ല. ചെല്ല്, ഞങ്ങൾ ചെല്ല്. അവിടെ പോണ്ടല്ലേ? ആ വലിയ കണ്ടീഷൻ. ഞാൻ കോഴിക്കോട് പോകും കേട്ടോ കുറച്ച് കഴിഞ്ഞാല്. അപ്പൊ കൂലി ഇത് വൈകുന്നേരം അവർക്ക് കൊടുത്തേക്ക് കേട്ടോ. പോയിക്കോ അങ്ങോട്ട് പോയിക്കോ. ആ പോയിക്കോളാം. വൈകുന്നേരം വരെ ആക്കണല്ലോ. നല്ല പണിയാണല്ലോ അവിടെ. എന്താ ചെയ്യാ? മുതലാളി ഇപ്പൊ നാട്ടിൽ പോയി ചെയ്തല്ലേ. എനിക്ക് ഇന്നെ അറിയില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, വേറൊരു പണിയുണ്ട്. അല്ലാതെ നടക്കൂല പരിപാടി. ഇങ്ങനെയുള്ള കാലത്തൊന്നും നയിച്ചിടാൻ പറ്റില്ല. പുതിയ പണിക്കാരനല്ലേ? സുരേഷിന്റെ അളിയനാ. സുരേഷിന്റെ അളിയനാ ഞാൻ. അളിയനല്ലേ? ഇന്ന് പുതിയതായിട്ട് വന്നാ. എനിക്ക് മേലും കൈയൊക്കെ വേദന. ഇന്നലെ നല്ല പനിയായി. ആണല്ലേ? ആ പനിയൊക്കെ ഉണ്ടാവും. ഇത് കളക്കി. പിന്നെ ഈ തെങ്ങിന് കഴിഞ്ഞിട്ട് അവിടെ ഒരു തെങ്ങുണ്ടല്ലോ. വേറെ ഉണ്ടോ തെങ്ങിന്? വേറെ ഉണ്ട്. ഇതൊന്നല്ലേ? ഇതല്ല, 3-4 തെങ്ങുണ്ട്. ഇത് നിർത്തേ പറ്റൂട്ടോ. വർത്താനൊക്കെ പിന്നെ ഇന്നിപ്പോ എന്റെ ഊരന്റെ പണി നടക്കട്ടെ. ഞാൻ പണിയെടുത്ത് മരിച്ചൂലേ? ഈ പണിയെടുക്കണോ ഞാൻ പറയാതെ. തെങ്ങിനൊന്നും മണ്ടല്ലേ? തെങ്ങിന് മണ്ടല്ലേ? അല്ല മണ്ടല്ലേ? നേരം വരെ പണിയെടുത്ത് അത് ഓടിക്കും. എന്താ ചെയ്യും? കണ്ണടൊക്കെ വെക്കണ്ടല്ലോ. എന്ത് തേങ്ങ തുമ്പം കാണിക്കുന്നു. ഇത്രയും നേരം എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. തലയിലൊക്കെ കെട്ടിയിരിക്കണല്ലോ. കണ്ണടയും വെക്കുന്നു. ചേച്ചി പണി അവിടെ എല്ലാ തെങ്ങിന്റെ ചോടും തുറന്നുണ്ട്. എല്ലാം റെഡിയാണ്. എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒക്കെ വേണ്ട പോലെ കൈകാര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായിപ്പോ ഒന്നും മനസ്സിലാവില്ല. ഇപ്പൊ സംഗതി പറയും. ഒരു മിനിറ്റ്. പണ്ടരക്കാലം വിളിക്കണ്ടോ? ചേട്ടേ, നേരം വെളുത്തിട്ട് വൈകുന്നേരം വരെ ഇതിനെ കൊണ്ട് 3-4 ആൾക്കാരെ പണി പിടിപ്പിച്ചിട്ട് ഇതിന്റെ കൂടെ വന്നിട്ട് കൂലിയും വാങ്ങിട്ട് പോകണോ? ഞാൻ പൈസ കൊണ്ട് അടിക്കാം. അനക്ക് ഒരു 10 രൂപ ഞാൻ തരൂല. 10ന്റെ പൈസ തരൂല. നേരം വെളുത്തിട്ട് ഈ നേരം വരെ നിന്ന് കയറിയതാ. പോയിക്കോ. അതിനൊക്കല്ലേ ഞാൻ കൊറേ പണി എടുത്തതാ. കണ്ടതാട്ടോ.